മിസൈൽ വിജയകരമായി വീണ്ടും പരീക്ഷിച്ച ഭാരതം. പുതുതലമുറ വിഭാഗത്തിൽപ്പെടുന്ന അഗ്നി പ്രൈം മിസൈൽ വിക്ഷേപണം രാജസ്ഥാനിലാണ് വിജയകരമായി പരീക്ഷിച്ചത്. റെയിൽ ബേസ്ഡ് വിക്ഷേപണമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ടിൻഡു ദാസാണ് ചേരുന്നത്. ടിൻഡു പറയും. രാഗി രാജ്നാഥ് സിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എക്സിൽ കുറിച്ചിട്ടുള്ളത്. അഗ്നി പ്രൈം വിഭാഗത്തിൽപ്പെടുന്ന മിസൈൽ വിജയകരമായിട്ട് അതിന്റെ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. രാജസ്ഥാനിലാണ് ഇതിന്റെ വിജയകരമായിട്ടുള്ള പരീക്ഷണം പൂർത്തിയായിട്ടുള്ള രണ്ടാം ഘട്ട അല്ലെങ്കിൽ രണ്ടാം ജനറേഷൻ എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു മിസൈലാണ്. 2000 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. അതോടൊപ്പം തന്നെ 2000 കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുമ്പ് അഗ്നി 5 വരെ ഒക്ടോബറിൽ അഗ്നി 5 വരെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അഗ്നി പ്രൈമിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ റെയിൽ മൊബിലിറ്റിയാണ്. അതായത് ഇതുവരെ നമ്മൾ രാജ്യം പരീക്ഷിച്ചിട്ടുള്ളത് ഒരു മിസൈൽ ഒരു സ്ഥലത്ത് കൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടുന്ന് മാത്രം വിക്ഷേപണമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അഗ്നി പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം റെയിൽ മാർഗം ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോയി ആ പോയിന്റിൽ വെച്ച് നമുക്കതിനെ വിക്ഷേപിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിലൊക്കെ അത് ഒരു ലോ കോസ്റ്റിലായിട്ടുള്ള ഒരു ഗതാഗത മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് റെയിൽവേ സർവീസിലൂടെ ഈ മിസൈൽ കൊണ്ടുപോയി വിക്ഷേപണം നടത്താൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാം ഘട്ട അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ വരുന്ന ജനറേഷൻ മിസൈൽ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഭാരതം അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. DRDOക്ക് പ്രത്യേകമായിട്ട് നന്ദി അദ്ദേഹം ഇതിൽ കുറിച്ചിട്ടുണ്ട്. DRDOയുടെ സഹായത്തോടു കൂടിയാണ് ഒരുപക്ഷെ അഗ്നി പ്രൈമിൻ്റെ നിർമ്മാണവും അതോടൊപ്പം തന്നെ വിക്ഷേപണവും ഒക്കെ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് അതോടൊപ്പം തന്നെ റഷ്യയുമായി ചേർന്നുകൊണ്ട് മൊറോക്കോയുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി ചേർന്നുകൊണ്ടാണ് മിസൈലിൻ്റെ രൂപകൽപ്പനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ കൂടുതൽ കേപ്പബിലിറ്റിയും കൂടുതൽ അഡ്വാൻസുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ് ആയിട്ടായിരുന്നു ഒരു പക്ഷേ അഗ്നി പ്രൈം ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന അഗ്നിയുടെ മിസൈലുകളെക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു പക്ഷേ റെയിൽ മൊബിലിറ്റിയാണ്. റെയിൽ മൊബിലിറ്റി വഴി ഈ മിസൈലിനെ വിക്ഷേപിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടും അഗ്നി പ്രൈമിൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കുന്നത്. ഒക്ടോബർ 21-ാം തീയതി വിക്ഷേപിച്ച അഗ്നി 5 അതും വലിയ വിജയകരമായിരുന്നു. അതിനെക്കാട്ടി കുറച്ചുകൂടി അഡ്വാൻസ് കുറച്ചുകൂടി ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഏത് പോയിന്റിൽ കൊണ്ടുവച്ചും ഒരു യുദ്ധസമയത്ത് ഏത് പോയിന്റിൽ കൊണ്ടുവച്ച് വേണോ നമുക്കൊരു പക്ഷേ ഈ മിസൈലിനെ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മനിർമ്മാൺ ഭാരതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ വികസനത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് മാത്രമല്ല പുറത്തുകൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തും ഒരുപക്ഷെ ഇത് സംഭാവന ചെയ്തുകൊണ്ട് അഗ്നി 5ൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുന്നു. എന്തായാലും വളരെ വിജയകരമായിട്ട് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ അഗ്നി 5 പ്രൈം മിസൈലിൻ്റെ വിക്ഷേപണം പൂർത്തിയായിട്ടുണ്ടെന്ന സന്തോഷ വാർത്തയാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുള്ളത്. അഗ്നി മിസൈൽ വിജയകരമായി വീണ്ടും പരീക്ഷിച്ചിരിക്കുകയാണ് ഭാരതം. പുതുതലമുറ വിഭാഗത്തിൽപ്പെടുന്ന അഗ്നി പ്രൈം മിസൈലാണ് വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലായിരുന്നു വിജയകരമായ പരീക്ഷണം നടന്നത്. ടിൻഡു ദാസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.